അപ്പോൾ നമ്മൾ കണ്ണൂരത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിലേക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ അന്ന് കാണാൻ വേണ്ടി പോകുന്നു. ഹോട്ടലിൽ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഏതാ സ്ഥലം എന്ന്. അപ്പോൾ ഈ പേപ്പറിൽ കാണുന്ന ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്, പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഏതാണെന്ന് നമുക്ക് കാണാം. നമ്മൾ ഫുഡ് എത്തുന്നതിന് മുമ്പ് ആദ്യം കൊണ്ടു തന്ന സാധനമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് ഇങ്ങനെ കുറേ നേരം വട്ടം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് കിടക്കാം. അപ്പോൾ സാധനം ഇത് തന്നെയാണ്, ചട്ടിച്ചോറ്. കുറേ ഐറ്റംസ് ഉണ്ട്. ഏതായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇത് എവിടുന്ന് തുടങ്ങേണ്ടതെന്ന് തിരിയാണ്ട് കുറച്ചേരം ഇങ്ങനെ നോക്കിയെന്ന്, കാരണം കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ കൈ വെച്ച് തുടങ്ങണം എന്നൊരു പിടുത്തുണ്ടായിട്ടാ. ഏതായാലും തൈരാന്നോ പായസാന്നോ തിരിയാണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച്, എന്നിട്ട് പപ്പടം എടുത്തിട്ട് അങ്ങോട്ടേക്ക് വെച്ച്. ചട്ടിയിൽ ചെമ്മീനുണ്ട്, ചിക്കനുണ്ട്, മീൻകറിയുണ്ട്, കൂന്തലുണ്ട്, ചമ്മന്തി ഉണ്ട്, മുട്ടയുണ്ട്. അവസാനം ഒന്നും നോക്കാണ്ട് ആ ചമ്മന്തി വെച്ചിട്ടാണ് അങ്ങ് പിടിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് മീൻചാറും കൂട്ടിയിട്ട് ചോറ് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ചടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. സാധാരണ ഒരു മിക്സ് ആയതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തിരിയുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് എടുത്തെടുത്ത് നോക്കി. ആ ചിക്കൻ്റെ പീസ് എടുത്ത് കഴിച്ച് നോക്കി, കുഴപ്പമില്ല. പിന്നെ അടുത്ത എന്താണ് കൂന്തലെടുത്ത് അത് കഴിച്ച് നോക്കി, വലിയ കുഴപ്പമില്ല. ചട്ടിച്ചോറ് ഓർഡർ ചെയ്തതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പപ്പടം അങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് അതിൻ്റെ ഇടയിൽ മുട്ട ഓംലേറ്റ് കിട്ടിയത്. അപ്പോൾ അത് പൊട്ടിച്ചിട്ടൊരു കഷ്ണം അങ്ങോട്ടേക്ക് തിന്നു നോക്കി. അത് കുഴപ്പമില്ല. പിന്നെ അതിന് വെച്ച് കപ്പയുണ്ട്, അതും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഈ ചോറിൽ നമുക്ക് നല്ലൊരു അയില ഫ്രൈ കിട്ടിയിട്ടുണ്ട്. നല്ല അയില ഫ്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സാധനം. പിന്നെ ഒരു വലിയ മാങ്ങേൻ്റെ കഷ്ണമുണ്ട്, അത് കുഴപ്പമില്ല, കടിച്ചടിച്ച് തിന്നാം. പിന്നെ ഒരു നോക്കിയാലാണ് മത്തീൻ്റെ പീസും കൂടി ഉണ്ട്, മത്തി പൊരിച്ചത്. അയിലും ഉണ്ട് മത്തിയും ഉണ്ട്, 2 മീൻ പൊരിച്ചത് അതിനഞ്ച് കിട്ടുന്നുണ്ട്. ഞാൻ അതിലൊരു ഓംലേറ്റിൻ്റെ പീസും, പിന്നെ വെച്ചാൽ ഒരു ചെമ്മീൻ്റെ കഷ്ണവും, പിന്നെ നമ്മളെ എന്താ പറയേണ്ടി പപ്പടത്തിൻ്റെ ഒരു പീസും, പിന്നെ അതിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ട ആ മീനിൻ്റെ ഒരു പീസ് പൊട്ടിച്ച് വെച്ച് അങ്ങനെല്ലാം കൂടെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ആഹാ, പൊളി പൊളി പൊളി. പിന്നെ എല്ലാം കൂടെ കഴിച്ചങ്ങ് ഫിനിഷ് ആക്കിയ ശേഷം അതിന് കുറച്ച് മോരെടുത്ത് കുടിച്ച്, പിന്നെ എന്താ ഗോതമ്പിൻ്റെ പായസവും കുടിച്ചു. എനക്ക് ഒരുക്കിയിട്ട ചോറിനെ തിന്നാൻ പറ്റിയിട്ട്, ഇവനാണെങ്കിൽ 2 കൂട്ടം ചോറുണ്ടിട്ടും പിന്നെ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് കഴിക്കുന്നത്. അവസാനം ബില്ല് വന്ന്, ബില്ലെല്ലാം കൊടുത്ത് പോവാൻ നിൽക്കുമ്പോൾ ഞാൻ അടുത്തൊരു ബോർഡ് കണ്ടിനി. അത് കണ്ടേരം ചെറിയൊരു സന്തോഷം തോന്നിയിട്ടാ. ഏതായാലും ഇങ്ങനെ കണ്ണൂർ പോകണമെങ്കിൽ ഇവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് നോക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് തന്നെയാണ്. സ്ഥലം അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച സ്ഥലം തന്നെ നമ്മളെ കാർത്തിക ഹോട്ടൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്.